വിഴിഞ്ഞത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാന്റ് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കത്തിനാണ് മറുപടി. നിബന്ധന അംഗീകരിച്ചാൽ 817 കോടി മുടക്കുന്ന കേന്ദ്രത്തിന് വലിയ ലാഭവിഹിതം നൽകേണ്ടി വരുമെന്ന് സർക്കാർ. വിശദാംശങ്ങൾ അമൽ തേൻപറമ്പിൽ നൽകും. അമൽ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വലിയൊരു ബാധ്യത സർക്കാരിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? മോദി, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിലവിൽ എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. അതിന്റെ ഒപ്പമാണ് ഈ പറയുന്ന VGF ഫണ്ട് തിരിച്ചടയ്ക്കണം എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സമാനമായി കേന്ദ്രം ഇതിനു മുൻപ് അനുവദിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള തുക ഇങ്ങനെ തിരികെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതിപ്പോൾ പുതിയൊരു നിബന്ധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ 817 കോടി രൂപ വിഴിഞ്ഞം തുറമുഖത്തിനായി മുടക്കുന്ന കേന്ദ്ര സർക്കാരിന് ആ തുക തിരികെ നൽകേണ്ടതായി വരും. അതോടൊപ്പം തന്നെ 1147 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെതായി വിഴിഞ്ഞത്തിനായി ചിലവാക്കുന്നത്. ആ തുകയ്ക്ക് പുറമെയാണ് കേന്ദ്ര സഹായം ഉണ്ടായത്. അപ്പോൾ അത്രയും തുക തിരികെ നൽകേണ്ടി വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിഴിഞ്ഞത്തു നിന്നും വരുമാനം ലഭിക്കാൻ തുടങ്ങിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് കേന്ദ്രം ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. വിഴിഞ്ഞത്തു നിന്നും വരുമാനം വർദ്ധിച്ച് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണ സജ്ജമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ നിന്നുള്ള വരുമാനം ഒക്കെ സ്വരൂപിച്ച് നമുക്ക് ഈ പണം തിരികെ നൽകാൻ കഴിയും. അല്ല എങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും വിഴിഞ്ഞത്തു നിന്നും വരുമാനം ലഭിച്ചതിന് ശേഷം ഇത് തിരികെ അടയ്ക്കാൻ ആണ് എങ്കിൽ പോലും ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പുതിയ നിബന്ധന എന്നുള്ള തരത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ചും കൊച്ചി മെട്രോയ്ക്ക് അടക്കം ഇത്തരത്തിൽ ഒരു സഹായം ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് ആ പണം തിരികെ അടയ്ക്കാൻ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. അതോടൊപ്പം തന്നെ തൂത്തുക്കുടി തുറമുഖ നിർമ്മാണമടക്കം സമീപകാലത്ത് ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടൊക്കെ കേന്ദ്രത്തിൽ നിന്നും എത്തുന്നത്. പക്ഷേ അന്ന് ആ തൂത്തുക്കുടി തുറമുഖത്തിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് വിഴിഞ്ഞത്തിന് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അമൽ, അക്കാര്യം തന്നെയാണ് പ്രസക്തം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടതായി വരുന്നത്? നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു അത് തിരിച്ചടയ്ക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അതൊരു ചെറിയ ബുദ്ധിമുട്ടാവും.